ചേച്ചിക്ക് ഈ ഓൺലൈൻ മീഡിയയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓൺലൈൻ മീഡിയ അല്ലേ ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ നിലനിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാം. കാരണം പലരും മറന്നുപോയ ഒരു അവസ്ഥയിലൊന്നും ഇപ്പം ഇല്ല. കാരണം എല്ലാവരെയും നമ്മുടെ ഈ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് എല്ലാ വിശേഷങ്ങളും എല്ലാവരും അറിയുന്നത്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബൂസ്റ്റപ്പ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അതെനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഈ പ്രസ് ഫോട്ടോഗ്രാഫി എനിക്ക് ആദ്യം ഒരു വിദ്യാമ്മ മരിച്ച സമയത്ത്, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച സമയത്ത് ഈ പത്രക്കാരിങ്ങനെ ഓടി നടന്ന് പടം എടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു സമയത്ത് ഇതെന്താ ഇവരിങ്ങനെ. പക്ഷേ അടുത്ത ദിവസത്തെ പേപ്പറിലും അതുപോലെ തന്നെ ഉള്ള ടി വിയിലുമൊക്കെ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി പബ്ലിക്കിന് വേണ്ടി എന്തൊരു സർവീസാണ് നിങ്ങൾ മീഡിയക്കാർ ചെയ്യുന്നത്. കാരണം ഓടി നടന്ന് നിങ്ങൾ വേറൊന്നും നോക്കുന്നില്ലല്ലോ, ആ ഷോട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് പാടുകൂടെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ വലിയൊരു ബാക്കപ്പിംഗ് ഒന്നും ഇല്ലാതെ, കുടുംബ പാരമ്പര്യമൊന്നും ഇല്ലാണ്ട് ഞാനങ്ങ് അഭിനയ രംഗത്ത് എനിക്ക് ഇങ്ങോട്ട് ചാൻസ് കിട്ടി അഭിനയിച്ചു, അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര മീഡിയ സപ്പോർട്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ ഒരുപാട് മാഗസീൻസിൻ്റെ മുഖചിത്രം വരുന്നു. വെള്ളി നക്ഷത്രത്തിലൊക്കെ അന്നത്തെ ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു വെള്ളി നക്ഷത്രം. കാരണം സിനിമയുടെ ന്യൂസുകളൊക്കെ അറിയണമെങ്കിൽ വെള്ളി നക്ഷത്രം വരാൻ ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ നല്ല കളർഫുൾ പടങ്ങൾ വന്നു തുടങ്ങിയത് വെള്ളി നക്ഷത്രത്തിലാണ്. വെള്ളി നക്ഷത്രത്തിലാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുഖചിത്രം വന്നിട്ടുണ്ട് വെള്ളി നക്ഷത്രത്തിൽ. അന്ന് ഞാൻ സിനിമയിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സിനിമയിൽ അപ്പോൾ ആരോ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു സിനിമയിലോട്ട് ഞാനില്ല എന്ന്. അപ്പോൾ അടുത്ത ഒരു ഹെഡിങ്ങിൽ അഞ്ജിത സിനിമയിലേക്കില്ല എന്നും. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ എടുത്ത ഡിസിഷനായിരുന്നു. പക്ഷെ ഇപ്പം മാറി പകുതി കടന്ന കടൽ എന്ന് പറഞ്ഞിട്ട് സിനിമ ഞാൻ അഭിനയിച്ചു. പക്ഷെ അപ്പോൾ ഈ പകുതി കടന്ന കടൽ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ വെള്ളി നക്ഷത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലൈനിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ഈ വെള്ളി നക്ഷത്രത്തിൽ വരും. അതൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിനെ എന്നൊക്കെ വിചാരിച്ചു. അതൊക്കെയാണ് ഓർമ്മകളല്ലേ? അതെ നല്ല ഓർമ്മകൾ.